കേസ് എന്തൊക്കെയുണ്ട് സുഖമാണല്ലോ അല്ലേ? ഞാൻ കമറുദ്ദീൻ, BA ഗ്രൂപ്പ് 1 പത്രിക, കാസർഗോഡ്. പിന്നെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് നമ്പർ 696 നല്ലൊരു വീടും സ്ഥലവും പരിചയപ്പെടുത്തി തരികയാണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രം മാറിയിട്ട് അകൽപ്പാടി, മാർപ്പനടുക്ക അകൽപ്പാടി റോഡ് സൈഡായിട്ടാണ്, അകൽപ്പാടി അമ്പലത്തിനടുത്തായിട്ടാണ് ഈ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. റോഡിന് താഴെ വശത്താണ്. ഓക്കെ, ഇവിടെ വരുന്നത് 22.5 സെന്റ് സ്ഥലമാണ്. നിങ്ങൾക്ക് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ 75 സെന്റോളം സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് 22.5 സെന്റ് സ്ഥലവും 2 ബെഡ്റൂം അടങ്ങുന്ന വീടുമാണ്. വീടിൻ്റെ വർക്കിംഗ് കംപ്ലീറ്റ് അല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട് ഈ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, PWD ബസ് റോഡിന് സൈഡായിട്ടാണ് ഈ ഒരു മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ വീടും അതുപോലെ തന്നെ ഇതിൻ്റെ പിറകുവശത്ത് കൂടുതൽ സ്ഥലം ആവശ്യക്കാർക്ക് 75 സെന്റോളം ടോട്ടൽ സ്ഥലമുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നല്ല കായ്ക്കുന്ന 10ഓളം തെങ്ങുണ്ട്. പിന്നെ വറ്റാത്ത കിണർ വെള്ളമാണ്. ഈ ഒരു 22.5 സെന്റ് സ്ഥലവും വീടിനുമായിട്ട് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് 35 ലക്ഷം രൂപയാണ്. ഓക്കെ, വറ്റാത്ത കിണർ വെള്ളം ഇതാണ്. ഏത് വേനൽക്കാലത്തും വറ്റാത്ത വെള്ളമാണ്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ 9447139589. ഈ നമ്പറിൽ ഓണറെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 62 38 63 24 17. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 75 സെന്റ് സ്ഥലം ആവശ്യമായിട്ട് 75 സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഈ വീടും മൊത്തത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വേണമെങ്കിൽ അതിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 65 ലക്ഷം രൂപയാണ്. ഓക്കെ, കണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ അമ്പലമുണ്ട്. പിന്നെ സ്കൂൾ വരുന്നത് അകൽപ്പാടി സ്കൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബദിയടുക്ക വരുന്നുണ്ട്. പിന്നെ ടൗൺ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഒന്ന് ചെറിയൊരു ടൗൺ ആയിട്ട് വരുന്നത് മാർപ്പനടുക്ക ടൗണ്. അതുപോലെ തന്നെ വലിയ ടൗൺ ആയിട്ട് വരുന്നത് ബദിയടുക്ക ടൗൺ ആണ്. ഓക്കെ, ബദിയടുക്ക, നാരമ്പാടി ഇതൊക്കെയാണ് അടുത്ത് കിട്ടുന്ന ടൗണ്. ഇതിൽ ഈ ഒരു വീട്ടിൽ ബാത്റൂം പുറത്താണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏരിയ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അതുപോലെ ക്രിസ്ത്യൻസിന് ഒരുപോലെ താമസിക്കാൻ പറ്റുന്ന ഇടമാണ്. ഹിന്ദുക്കളുടെ ഏരിയയാണ്. നിലവിൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് അമ്പലമുണ്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റു ആവശ്യക്കാരിലേക്ക് എത്തുന്നത് വരെ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാനുള്ളത്. ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു.